എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിംഗ് ഹിന്ദിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ദീപ് ജലാവോ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുടെയും അതേപോലെ തന്നെ വർക്ക്ഷീറ്റിൻ്റെയും എക്സ്പ്ലനേഷനാണ്, വിശദീകരണമാണ്. നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യോത്തരങ്ങളും, അതായത് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും, അതേപോലെ നമ്മുടെ വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയേക്കാവുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്, പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറായിരിക്കുക. നമുക്ക് ക്ലാസ് തുടങ്ങാം. അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാക്കുകളുടെ മീനിങ്, അർത്ഥമാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. മത്ലബ് ക്യാ ഹെ, ഇവിടെ കുറച്ച് വാക്കുകളും പദങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജീവൻ സുരഭി പർ ഫൂലോ മത്ലബ് പ്രസന്ന ഹോന. ജീവൻ സുരഭി പർ ഫൂലോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സുഗന്ധത്തെ, ജീവിതമാകുന്ന പൂവിന്റെ സുഗന്ധത്തെ ആസ്വദിക്കൂ എന്നാണ്. അതായത് ജീവിതം പ്രസന്നമാക്കൂ, സന്തോഷകരമാക്കൂ. മനസ്സിലായല്ലോ? രണ്ടാമത്തത് ഉജ്ജ്വൽ കർണ എന്നുള്ള വാക്കാണ്. ഉജ്ജ്വൽ കർണ മത്ലബ് പ്രകാശമാൻ ബനാന, പ്രകാശമയ ബനാന. പ്രകാശമയമാക്കുക, ഉജ്ജ്വലമാക്കുക, പ്രകാശമയമാക്കുക. അടുത്ത വാക്ക് നോക്കൂ. മൻ കെ ബന്ധനോങ്കോ മുക്ത് കർണ, അവഗുണോങ്കോ ചോട് ദേന. മനസ്സിന്റെ ബന്ധനങ്ങളെ മോചിപ്പിക്കുക. അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, നമ്മുടെ മനസ്സിലെ അവഗുണങ്ങളെ, തെറ്റായ ഗുണങ്ങളെ അല്ലെങ്കിൽ മോശം സ്വഭാവങ്ങളെ ചോടുതേന, ഉപേക്ഷിക്കുക. അടുത്ത വാക്ക് നോക്കൂ. നവ് ഛവി ബർസാവോ, പുതിയ ശോഭ വർഷിക്കൂ. ആ പദത്തിന്റെ അർത്ഥമാണ് ജീവൻ കോ അധിക സുന്ദർ ബനാദേന, ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റുക. സുഖ് സേ ഛൂലോ, സുഖത്തിൽ ആറാടൂ. അർത്ഥം സുഖമയ ജീവൻ ബിതാന, സുഖകരമായ ജീവിതം നയിക്കുക. ജ്യോതി പസർന, പ്രകാശ് ഫൈലാന. ജ്യോതി മത്ലബ് പ്രകാശ്, പസാർന മത്ലബ് ഫൈലാന. ജ്യോതി പസാർന, പ്രകാശ് ഫൈലാന, പ്രകാശം പരത്തുക. ഛവി ഛവി ഛൂലോ, അതെ, ജീവൻ കി ഖുഷി കോ ദിൽ സേ പാന. ജീവിതത്തിൽ ഖുഷി കോ ദിൽ സേ പാന, സന്തോഷത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ജീവിതത്തിന്റെ സന്തോഷത്തെ ഹൃദയം കൊണ്ട് ആസ്വദിക്കുക. അടുത്ത വാക്ക് നോക്കൂ. സർസാന മത്ലബ് സുന്ദർ ബനാന, സമ്പൂർണ്ണ ബനാന. സർസാന എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം മനോഹരമാക്കുക, സമ്പൂർണമാക്കുക. അടുത്ത വാക്ക് വന്ദന കർണ, എല്ലാവർക്കും അറിയായിരിക്കും, നമൻ കർണ. ദംഭ് അഹങ്കാർ, ദംഭ് എന്ന വാക്കിനർത്ഥം അഹങ്കാരം എന്നാണ്. വന്ദൻ കർണ, വന്ദിക്കുക, നമസ്കരിക്കുക. ഇവയാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ച പ്രധാനപ്പെട്ട ചില വാക്കുകളും അവയുടെ അർത്ഥവും. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? നന്നായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് മീനിങ് എഴുതാനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം എഴുതാൻ കഴിയണം. ഓക്കെ, എല്ലാ പാഠഭാഗത്തു നിന്നും ഇത്തരം വാക്കുകൾ കണ്ടെത്താനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും ശ്രമിക്കും, ഇല്ലേ? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നോക്കൂ, അടുത്ത ചോദ്യം മിലാൻ കരയും, യോജിപ്പിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യവും നമുക്ക് പരീക്ഷയ്ക്ക് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. പാഠഭാഗത്തെ ആശയങ്ങളും വാക്യങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കിയോ എന്നറിയുന്നതിന് വേണ്ടിയാണ് മിലാൻ കരയും എന്ന ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ എ കോളത്തിലെയും ബി കോളത്തിലെയും, അല്ലെങ്കിൽ ഈ രണ്ട് കോളങ്ങളിലെ പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഒന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്ന പദങ്ങളെല്ലാം വായിക്കാം. നോക്കൂ. ഹമേ മുക്ത് കർണ, നമ്മെ മോചിപ്പിക്കുക. ഹമേ വന്ദന കർണ, നമ്മെ വന്ദിക്കുക. ഹമേ ലഹരാനാഹേ, ഞങ്ങൾക്ക് സന്തോഷിക്കണം. ഹമേ ബർസാനീഹേ, ഞങ്ങൾക്ക് പെയ്യണം. ബി കോളത്തിൽ തന്നിരിക്കുന്ന വാക്കുകൾ നോക്കൂ. ജ്യോതിക, പ്രകാശത്തിന്റെ. മൻ കെ ബന്ധനോങ്കോ, മനസ്സിന്റെ ബന്ധനങ്ങളെ. ജീവൻ കി നവ് ഛവി, ജീവിതത്തിന്റെ പുതിയ ശോഭ. സ്നേഹഗീത് ബൻകർ, സ്നേഹ ഗീതമായി, സ്നേഹത്തിന്റെ പാട്ടായി. ഇനി നിങ്ങൾക്ക് ഇതിനെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ കോളത്തിൽ ഹമേ മുക്ത് കർണ എന്ന വാക്കിന്, എന്ന പദത്തിന് യോജിക്കുന്ന, ഏറ്റവും യോജിക്കുന്ന ഒരു പദം ഈ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ. ഹമേ മുക്ത് കർണ ഹേ,
അതിന് ഏറ്റവും യോജിച്ച വാക്ക് എന്താണ്? ഞങ്ങൾക്ക് മോചനം വേണം. ഹമേ മുക്ത് കർനാഹേ, ഞങ്ങൾക്ക് മോചനം വേണം. ഏതിൽ നിന്നാണ്? ജ്യോതിക മൻകെ ബന്ധനോങ്ക ജീവൻ ഗി നവജവിക സ്നേഹഗീത് ബൻകർ. ഓക്കെ, എല്ലാവർക്കും ഉത്തരം മനസ്സിലായല്ലോ. എന്താണ്? മൻകെ ബന്ധനോങ്കോ, ഹമേ മുക്ത് കർനാഹേ മൻകെ ബന്ധനോസെ, മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം വേണം. അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹമേ വന്ദന കർനാഹേ, ഞങ്ങൾക്ക് വന്ദിക്കണം. ഏതിനെയാണ്? ജ്യോതിക ജീവൻ ഗി നവജവിക സ്നേഹഗീത് ബൻകർ. അതെ, ജ്യോതിക, ഞങ്ങൾക്ക് വിജയത്തിന്റെ പ്രകാശത്തെ വന്ദിക്കണം. ഓർമ്മയുണ്ടോ പഠിച്ചത്? ഹമേ വന്ദന കർനാഹേ ജ്യോതിക. അടുത്തത് നോക്കൂ. ഹമേ ലഹരാനാഹേ ജീവൻ ഗി നവജവി സ്നേഹഗീത് ബൻകർ. എങ്ങനെയാണ് നമുക്ക് അലയടിക്കേണ്ടത്? അതെ, സ്നേഹഗീത് ബൻകർ, സ്നേഹത്തിന്റെ പാട്ടായി നമുക്ക് എല്ലായിടത്തും ലഹരാനാഹേ. പഠിച്ചത് ഓർമ്മയില്ലേ എല്ലാവർക്കും? ശരി കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യം നോക്കൂ. ഹമേ ബർസാനി ഹേ, എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാലോ. ജീവൻ ഗി നവജവി, ജീവിതത്തിൽ ഒരു പുതിയ ശോഭ ഞങ്ങൾക്ക് ചൊരിയണം. അപ്പൊ മിലാൻ കരേം എന്ന് പറയുന്ന ഈ ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം. ഹമേ മുക്ത് കർനാഹേ, അതെ, മൻ കെ ബന്ധനോങ്കോ, ഹമേ വന്ദന കർനാഹേ ജ്യോതിക, ഹമേ ലഹരാനാഹേ സ്നേഹഗീത് ബൻകർ, ഹമേ ബർസാനി ഹേ ജീവൻ കി നവജവി. എല്ലാവർക്കും ഈ ചോദ്യവും ഉത്തരവും നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. നോക്കൂ, അടുത്തതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമാണ്. പാഠപുസ്തകത്തിലുള്ള ചോദ്യമാണ്. ഹം ക്യാ ക്യാ ചോടേങ്കെ ഓർ ക്യാ ക്യാ അപ്പനായെങ്കെ, നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കും, എന്തെല്ലാം സ്വീകരിക്കും. കവിതാ ഭാഗത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ പറയുക. ദീപ് ജലാവോ എന്ന കവിതയെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ കഴിയണം. ദ്വേഷ്, മിത്രത, ന്യായ, വിനമ്രത, അന്യായ, സ്വച്ഛത, സച്ചായി, ദംഭ്, ഘൃണ, പ്യാർ, മലിനത, ഛൽ. ഇതിലേതൊക്കെ ഗുണങ്ങൾ നമ്മൾ ചോടേങ്കെ ഉപേക്ഷിക്കും, ഇതിലേതൊക്കെ ഗുണങ്ങൾ നമ്മൾ അപ്പനായെങ്കെ സ്വീകരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ദ്വേഷ്, ചോടേങ്കെ യാ അപ്പനായെങ്കെ? ചോടേങ്കെ. ദ്വേഷ് കോ ഹം ചോടേങ്കെ. അഗല മിത്രത കോ ഹം अपनाएंगे, न्याय को हम अपनाएंगे, विनम्रता को हम अपनाएंगे, अन्याय को हम छोड़ेंगे, स्वच्छता को अपनाएंगे, सच्चाई को अपनाएंगे, दंभ छोड़ेंगे, घृणा छोड़ेंगे, प्यार, जल्दी बताओ, प्यार अपनाएंगे, मलिनता छोड़ेंगे, അവസാനത്തതാണ് എല്ലാവരും ഒരുമിച്ച് പറയൂ, ഛൽ ചോടേങ്കെ. അതെ, അപ്പൊ നമ്മള് എന്തെല്ലാം ഗുണങ്ങളാണ് ഉപേക്ഷിക്കുന്നത്, എന്തെല്ലാം ദുർഗുണങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്, എന്തെല്ലാം നല്ല ഗുണങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. എല്ലാവർക്കും ആ ചോദ്യ ഉത്തരവും നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ദീപ് ജലാവോ എന്ന കവിതയിലെ ഓരോ ഭാഗത്തിന്റെയും ഓരോ നാല് വരിയെയും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ 4 വരി, രണ്ടാമത്തെ 4 വരി, ഇങ്ങനെ ഓരോ സ്റ്റാൻസയായിട്ട് ബന്ധപ്പെട്ട ഓരോ 4 വരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ നോട്ട് തയ്യാറാക്കിയത്. ശരിയല്ലേ? ओके, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. सूचना, दीप जलाओ कविता की ये पंक्तियां पढ़ें और नीचे दिए प्रश्नों के उत्तर लिखें. ദീപ് ജലാവോ കവിതയുടെ ഈ വരികൾ വായിക്കുക, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക. നോക്കാം, വരി വായിച്ചു നോക്കൂ. ഇസ് ജീവൻ മേ രഹ് ന ജായേ മൽ, ദ്വേഷ ദംഭ അന്യായ ഘൃണാചൽ, ചരൺ ചരൺ ചൽ ഗൃഹ കർ ഉജ്വൽ, ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 വരി. ആദ്യത്തെ 4 വരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചത് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ നമ്മുടെ ഈ ക്ലാസ്സിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പാഠഭാഗത്തിന്റെ ആശയം കൂടി മനസ്സിലാക്കുന്നതിന് ആ ക്ലാസ്സും കൂടി കാണണം. ഓക്കെ, നോക്കൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് നോക്കാം.
കവിത മേ ദുർഗുൺ കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺ സാ ഹെ? കവിതയില് ദുർഗുൺ എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, പ്രയുക്ത ശബ്ദ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് കോൺ സാ ഹെ? ഏതാണ്? ദ്വേഷ്, ദംഭ്, മൽ, ഘൃണ. 4 ചോയ്സ് തന്നിട്ടുണ്ട്, ഉത്തരം താഴെ തന്നെ ഉണ്ട്. ഏതാണ്? മൽ. മൽ എന്നുള്ള വാക്കാണ് ദുർഗുൺ അല്ലെങ്കിൽ അവഗുണം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ഗൃഹ് ഗൃഹ് കി ലക്ഷ്മി മുസ്കാവോ സെ ക്യാ താൽപര്യ ഹെ? ഗൃഹ് കി ലക്ഷ്മി മുസ്കാവോ മത്ലബ്? അതെ, അതിന്റെ ഉത്തരവാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ഗൃഹ് കി ലക്ഷ്മി മുസ്കാവോ? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? उत्तर നോക്കൂ. गृह की लक्ष्मी मुस्काओ, इसका मतलब है इस संसार को ऐश्वर्यपूर्ण बनाओ. ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലോകത്തെ ഐശ്വര്യ സമ്പൂർണമാക്കൂ. ഗൃഹ് മാനെ ഈ സൻസാർ. ഇവിടെ കവിതയില് ഗൃഹ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സൻസാർ, ഈ ലോകത്തെയാണ്. ലക്ഷ്മി കോ മുസ്കാന, മത്ലബ് അതിന്റെ ആശയം ഇസ്കാ മത്ലബ് ഹേ ഐശ്വര്യപൂർണ്ണ ബനാന, ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുക. അപ്പൊ ഗൃഹം എന്ന് പറഞ്ഞാല് അത് നമ്മുടെ വീടാണ്, നമ്മൾ താമസിക്കുന്ന ഈ ലോകമാണ്. അതേപോലെ തന്നെ ലക്ഷ്മി കോ മുസ്കാവോ, ഇസ്കാ മത്ലബ് ഹേ ഇസ് സംസാർ കോ ഐശ്വര്യപൂർണ്ണ ബനാവോ. അപ്പൊ ആ രണ്ടാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. സിന്ദഗി കി സഫലത കെ ലിയെ കിൻ കിൻ ആദത്തോ കോ ഛോഡനാ ചാഹിയെ? ഈ കവിതയിൽ കവി പറയുന്നത് ഈ ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്നതിനും നമ്മുടെ ഈ ജീവിതം സഫലമാക്കുന്നതിനും നമ്മൾ എന്തൊക്കെ അവഗുണങ്ങളാണ്, എന്തെല്ലാം സ്വഭാവങ്ങളാണ്, ആദത്തോങ്കോ സ്വഭാവങ്ങളെയാണ് ഉപേക്ഷിക്കേണ്ടത്. ഛോഡനാ ചാഹിയെ. സിന്ദഗി കി സഫലത കെ ലിയെ മലിനത, ശത്രുത, അഹങ്കാർ, അന്യായ, ഘൃണ ആദി ബുരായിയോങ്കോ ഛോഡനാ ചാഹിയെ. എന്തിനെയൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? എന്തെല്ലാം ബുരായികളെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? അതെ, സിന്ദഗി കി സഫലത കെ ലിയെ, ജീവിത വിജയത്തിന് നമ്മൾ ദുർഗുണങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. അത് ഏതൊക്കെ ദുർഗുണങ്ങളാണ്? മലിനത, ശത്രുത, അഹങ്കാർ, അന്യായ, ഘൃണ, ഇങ്ങനെയുള്ള ബുരായിയോങ്കോ തിന്മകളെയാണ് ജീവിതത്തിനെ സഫലമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. ഓക്കെ, ആ ചോദ്യം ഉത്തരവ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കവിതാംശിക ആശയലിഖ്യം. അടുത്ത ചോദ്യം ഈ കവിതാ ഭാഗത്തിന്റെ ആശയം എഴുതുന്നതിനുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. യഹ് കവിതാംശ് ഹിന്ദി കെ പ്രഗതിശീൽ കവി त्रिलोचन के दीप जलाओ कविता से लिया है. इसमें कवि अपने जीवन से बुराइयां रूपी अंधकार को भलाई रूपी प्रकाश से हटाते हुए जीवन को सुखमय बनाने का संदेश देते हैं. कवि कहते हैं कि जीवन में देश, दंभ, अन्याय, घृणा, छल आदि बुराइयां कभी न रह जाए. कदम कदम पर खर अथवा संसार को उज्जवल करते हुए आगे बढ़ो. ऐसे सारा संसार ऐश्वर्य से भर जाए. जीवन के बुरी आदतों को छोड़ते हुए अपने कदम पर चलकर हर एक घर को प्रकाशमय करके ऐश्वर्य देवता को प्रसन्न करे तो हम अपने घर का तथा इस संसार का ऐश्वर्य बढ़ा सकेंगे. हम अपने मन से अवगुणों के सारे बंधनों को मुक्त करके जीत के प्रकाश का नमन करें तो जीवन सुखमय बनता है. ओके, മനസ്സിലായോ? നോക്കൂ, यह कवितांश किसने लिखा? यह कवितांश हिंदी के प्रगतिशील कवि, ഹിന്ദിയിലെ പ്രഗതിശീൽ കവിയായ ത്രിലോചന്റെ ദീപ് ജലാവോ കവിതാസെ ലിയാക്കെ. ദീപ് ജലാവോ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ. ഇസ്മേ കവി, ഇതിൽ കവി അപ്പനെ ജീവൻ സെ ബുരായിയാൻ രൂപി അന്ധകാർക്കോ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മകളാകുന്ന അന്ധകാരത്തെ ഭലായി രൂപി പ്രകാശസെ, നന്മയാകുന്ന പ്രകാശത്തിലൂടെ ഹഠാത്തേ ഹുയെ, ഇല്ലാതാക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ജീവൻ കോ സുഖമയി ബനാനേക്ക, ജീവിതത്തെ സുഖകരമാക്കാനുള്ള സന്ദേശമാണ് നമുക്ക് തരുന്നത്. സന്ദേശ ദേത്തെ ഹെ. കവി കഹത്തെ ഹെ, കവി പറയുന്നു കി എന്തെന്നാൽ ജീവൻ മേ ദ്വേഷ്, ദംഭ്, അന്യായ, ഘൃണ, ഛൽ ആദി ബുരായിയ കഭീ ന രഹ് ജായേ. ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യം, ദംഭ്, അഹങ്കാരം, അന്യായം, ഘൃണ, വെറുപ്പ്, ഛൽ, ശത്രുത, ദ്വേഷ്, ദംഭ്, അന്യായ, ഘൃണ, ഛൽ ഇങ്ങനെയുള്ള ബുരായിയാം തിന്മകൾ കഭീന രഹിജായെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തിന്മകൾ അല്ലെങ്കിൽ മോശം പ്രവൃത്തികൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കദം കദംബർ, ഓരോ ചുവടിലും നമ്മൾ എന്ത് ചെയ്യണം? ഘർ അല്ലെങ്കിൽ ഈ ലോകത്തെ സൻസാർക്കോ ഉജ്ജ്വൽ കർത്തേ ഹുയേ, പ്രകാശമാനമാക്കിക്കൊണ്ട്, പ്രകാശമയമാക്കിക്കൊണ്ട് ആകെ ബഡോ, മുന്നേറൂ. സാരാ സൻസാർ ഐശ്വര്യ സേ ഭർ ജായേ, ഇങ്ങനെ ലോകം മുഴുവൻ ഐശ്വര്യം കൊണ്ട് നിറയട്ടെ. നമ്മളെല്ലാവരും, ലോകത്തുള്ള ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളാകുന്ന അവഗുണങ്ങളെ എല്ലാം ഇല്ലാതാക്കി മുന്നേറിയാല് അല്ലെങ്കിൽ മുന്നോട്ട് പോയാല് ഈ ലോകത്തിന്റെ ജീവിതം തീർച്ചയായും ഐശ്വര്യപൂർണമായി തീരും. ജീവൻ കെ ബുരി ആദത്തോങ്കോ ചോടത്തെ ഹുയേ, ജീവിതത്തിലെ തെറ്റായ പ്രവർത്തികളെ അല്ലെങ്കിൽ തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് അപ്പനെ കദംബർ ചൽക്കർ, നമ്മൾ നമ്മുടെ ചുവടുകളിലൂടെ മുന്നോട്ട് നടന്ന് ഹരേക്ക് ഘർക്കോ പ്രകാശമയ കർക്കെ, ഹരേക്ക് ഘർക്കോ പ്രകാശമയ കർക്കെ, ഓരോ വീടിനെയും പ്രകാശമാനമാക്കിക്കൊണ്ട് ഐശ്വര്യ ദേവതാക്കോ പ്രസന്ന കരേന്തോ, ഐശ്വര്യ ദേവതയെ പ്രസാദിപ്പിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ ഹം അപ്പനെ ഘർക്ക തഥായി സൻസാർക്ക, നമ്മൾ നമ്മുടെ വീടിനെയും അതുപോലെ ഈ ലോകത്തെയും ഐശ്വര്യ ബഠാ സകേങ്കി, ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഓരോരുത്തരും മനസ്സിലെ തിന്മകളാകുന്ന അവഗുണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടിനെ നമുക്ക് ഐശ്വര്യപൂർണമാക്കാം, ഈ ലോകത്തിനെ നമുക്ക് ഐശ്വര്യപൂർണമാക്കി തീർക്കാം, ഐശ്വര്യ ദേവതയെ നമുക്ക് സംതൃപ്തിപ്പെടുത്താനും കഴിയും, അല്ലെ? ഹം അപ്പനെ മനസ്സെ അവഗുണോങ്കെ സാരേ ബന്ധനോങ്കോ മുക്ത് കർക്കെ, നമ്മൾ നമ്മുടെ മനസ്സിന്റെ തിന്മകളാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജീത്ത് കെ പ്രകാശിക്കാൻ അമൻ കരേന്തോ, വിജയത്തിന്റെ പ്രകാശത്തെ വന്ദിച്ചാൽ ജീവൻ സുഖമയി ബൻതാഹെ, ജീവിതം സുഖകരമായി തീരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കവിതാഭാഗത്തിന്റെ, ഈ കവിതയുടെ ഈ 4 വരിയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഇതൊന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയാമോ? ഈ നോട്ടെല്ലാം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കും. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒന്നുകൂടെ വായിച്ചു നോക്കാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാൻ മറക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ കവിതാ ഭാഗത്തിന്റെ അടുത്ത 4 വരി അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ, ദീപ് ജലാവോ കവിതാക്കി ഏ പങ്ക്തിയാം പഠേം ഔർ നീച്ചെ ദിയേ പ്രശ്നോങ്കാ ഉത്തർ ലിഖേം. ദീപ് ജലാവോ എന്ന കവിതയുടെ ഈ വരികൾ വായിച്ചു നോക്കൂ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. വരികൾ നോക്കൂ. ആജ് മുക്ത് കർ മൻകേ ബന്ധൻ കരോ ജ്യോതി കാ ജയ് കാ വന്ദൻ സ്നേഹ് അതുൽ ധൻ ധന്യ യഹ് ഭുവൻ ബൻകർ സ്നേഹ ഗീത് ലഹരാവോ. മനസ്സിലായല്ലോ? ഈ വരികൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ വിശദീകരണത്തിന്റെ ക്ലാസ് ഉണ്ട്. പാഠഭാഗം വിശകലനം ചെയ്യുന്ന, പാഠഭാഗം പഠിപ്പിക്കുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ധന്യ ഭുവൻ മേ പ്രയുക്ത് വിശേഷൺ ശബ്ദ കോൺസാ ഹെ. ധന്യ ഭുവൻ എന്ന ഈ പദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന, പ്രയോഗിച്ചിരിക്കുന്ന വിശേഷൺ ശബ്ദ, വിശേഷണ ശബ്ദം, വിശേഷണ വാക്ക് കോൺസാ ഹെ ഏതാണ്? നിങ്ങൾക്കറിയാം വിശേഷണം എന്താണെന്ന്. സംജ്ഞ അല്ലെങ്കിൽ ക്രിയകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ഈ ഗ്രാമർ ഭാഗത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാം. എന്തായാലും വിശേഷണമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ധന്യ ഭുവൻ എന്നുള്ളതിലെ വിശേഷണ ശബ്ദം ധന്യ എന്ന വാക്കാണ്. കാരണം ഭുവൻ എന്ന വാക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ധന്യ എന്ന വാക്ക്. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. യഹ് ആശയ വാലി പങ്ക്തിയാ കവിതാംശസെ ചുൻകർ ലിഖേം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഗദ്യ രൂപത്തിൽ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. ആശയം നോക്കൂ. മൻകെ ബന്ധനോങ്കോ മുക്ത് കർ ജ്യോതി ഓർ ജയ്ക്ക വന്ദന കർണ ഹെ. മനസ്സിന്റെ ബന്ധനങ്ങളെ മോചിപ്പിച്ച് പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കണം. ഇതേ അർത്ഥം വരുന്ന വരികളും താഴെ തന്നെ തന്നിട്ടുണ്ട്. നോക്കൂ. ആജ് മുക്ത് കർ മൻകെ ബന്ധൻ കരോ ജ്യോതി കാ ജയ് കാ വന്ദൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആ ചോദ്യ ഉത്തരവും മനസ്സിലായല്ലോ.
ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഈസ് ഭുവൻ കോ ഹം കൈസേ ധന്യ ബനായെങ്കിൽ, ഈ ലോകത്തെ, ഈ ഭുവൻ, ഈ ഭൂമിയെ നമ്മൾ എങ്ങനെ ധന്യമാക്കും. അതുല്യ ധൻരൂപി സ്നേഹഗീത് കോ ലഹരാക്കർ ഹം ഈ സംസാർ കോ ധന്യ ബനായെങ്കിൽ, അതുല്യ ധനമാകുന്ന സ്നേഹത്തിന്റെ പാട്ട് പാടി, സ്നേഹഗീത് കോ ലഹരാക്കർ, സ്നേഹത്തിന്റെ പാട്ട് എല്ലായിടത്തും എത്തിച്ച്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സന്ദേശം എല്ലായിടത്തും എത്തിച്ചുകൊണ്ട് ഈ സംസാർ കോ ധന്യ ബനായെങ്കിൽ, നമ്മൾ ഈ ലോകത്തെ ധന്യമാക്കും, മംഗളകരമാക്കി തീർക്കും. ഓക്കെ, അടുത്ത ചോദ്യം കവിതയുടെ സാരാംശം എഴുതാനാണ്. കവിതയുടെ സാരാംശമല്ല, കവിതാഭാഗത്തിന്റെ സാരാംശം എഴുതാനാണ്. കവിതാംശ കാ ആശയ അപ്പനെ ശബ്ദോമേ ലിഖേ. നോക്കൂ, മൻകെ സാരേ ബന്ധനോങ്കോ മുക്ത് കരോ. ഈ വരിയിൽ കവി പറയുന്നത് മനസ്സിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകൂ. ഇവിടെ മനസ്സിന്റെ എല്ലാ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ചീത്ത ചിന്തകളാകുന്ന അല്ലെങ്കിൽ നമ്മുടെ അവഗുണങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിനെ മോചിപ്പിക്കുക. പ്രകാശിക്ക और विनय का वंदना करो, പ്രകാശിക്ക और विजय का वंदना करो എന്നാണ്. പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കൂ. സ്നേഹ അൻമോൽ സമ്പത്തി ഹേ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ് സ്നേഹം. ഇസ്സേ സംസാർ കോ ധന്യ ബനാവോ, ഈ സ്നേഹം കൊണ്ട് ലോകത്തെ ധന്യമാക്കൂ. സ്വയം ഹി സ്നേഹഗീത് ബൻകർ സംസാർ മേ ലഹരാവോ, നിങ്ങൾ സ്വയം സ്നേഹത്തിന്റെ ഒരു പാട്ടായി ലോകത്തെങ്ങും അലയടിക്കൂ. ലോകത്തെങ്ങും നിങ്ങൾക്ക് സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയും. ഹം അപ്പനെ മൻ കെ ബുരേ വിചാരോं की ബന്ധനോं से मुक्त करना चाहिए, നമ്മൾ നമ്മുടെ മനസ്സിന്റെ ചീത്ത ചിന്തകളാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം, മനസ്സിനെ മോചിപ്പിക്കണം. इसी प्रकार हम जीवन में विजय के प्रकाश को प्राप्त कर सकते हैं. മനസ്സിനെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതോടെ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയത്തിന്റെ പ്രകാശത്തെ വന്ദിക്കാൻ കഴിയും. വിജയത്തിന്റെ പ്രകാശത്തെ പ്രാപ്ത് കർ സക്തേ, നേടിയെടുക്കാൻ കഴിയും. പ്യാർ കി മഹത്വ കോ സഭി സമചേം, അതായത് കവി പറയുന്നത് സ്നേഹത്തിന്റെ മഹത്വത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. തോ സംസാർ മേം പ്യാർ ഫൈലായേം, അങ്ങനെ നമ്മൾ ഈ ലോകത്ത് സ്നേഹം വ്യാപിപ്പിക്കുക. സ്നേഹത്തിന്റെ മഹത്വം എല്ലാവരും മനസ്സിലാക്കുക, ലോകത്ത് സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കൂ. ദീപ് ജലാവോ കവിതാ കി പങ്ക്തിയും പടേ ഓർ നീച്ചെ ദിയെ പ്രശ്നവും കാ ഉത്തർ ലിഖേ. മൂന്നാമത്തെ 4 വരിയാണ്. ഈ 4 വരി വായിച്ചു നോക്കുക. ഈ 4 വരിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. നമുക്ക് ആദ്യം ആ 4 വരി ഒന്ന് വായിച്ചു നോക്കാം. കർമ്മയോഗ് കൽ തക് കെ ഭൂലോ, जीवन सुमन सुरभि पर फूलो, छवि छवि छूलो सुख से छूलो, जीवन की नव छवि बरसाओ. ഇതാണ് ആ 4 വരി. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പാഠഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പാഠഭാഗം പഠിപ്പിക്കുന്ന വീഡിയോ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പിന്നീട് പരിശോധിച്ച് നോക്കാം. ആ ക്ലാസ്സും കൂടെ എല്ലാവരും കാണണം കേട്ടോ. ओके, ഇത് നോക്കൂ. ജീവൻ സുമൻ സുരഭി പർ ഫൂലോ കാ മത്ലബ് ഹേ ഡാഷ്. ജീവൻ സുമൻ സുരഭി പർ ഫൂലോ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം ദുഃഖി രഹോ, നിരാശ രഹോ, പ്രസന്ന രഹോ, ഉന്മത്ത രഹോ. നമ്മളിവിടെ ഉത്തരം ആൾറെഡി എഴുതിയിട്ടുണ്ട്. പ്രസന്ന രഹോ, സന്തോഷിക്കൂ. ജീവിതമാകുന്ന പൂവിന്റെ സുഗന്ധത്തെ ആസ്വദിക്കൂ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പ്രസന്ന രഹോ, സന്തോഷിക്കൂ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, കവി ക്യാ ഭൂൽനെ കോ കഹത്തെ, കവി എന്താണ് മറക്കാൻ പറയുന്നത്? അതെ, കൽ തക് കെ കർമ്മയോഗ കോ, ഇന്നലെ വരെയുള്ള കർമ്മയോഗം, ഇന്നലെ വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മറക്കുക. അടുത്ത ചോദ്യം, കവി കിസ്കെ ബന്ധൻ സെ മുക്ത് ഹോനെ കോ കഹത്തെ, കവി ഏതിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനാണ് നമ്മളോട് പറയുന്നത്? അതെ, മൻകെ, മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടൂ. കർമ്മയോഗ കൽ തക് കെ ഭൂലോ, ഇവിടെ കവി ഭൂൽനെ കോ കഹത്തെ ഹൈ, കൽ തക് കെ കർമ്മയോഗ കോ. കവി കിസ്കെ ബന്ധൻ സെ മുക്ത് ഹോനെ കോ കഹത്തെ ഹൈ, मन के बंधन से मुक्त होने को कहते हैं. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം നോക്കാം. കവിതാ മേ കിസ്കോ അമൂല്യ ധൻ കഹാ ഗയാ ഹൈ, കവിതയിൽ എന്തിനെയാണ് അമൂല്യമായ ധനം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും വിലപിടിപ്പുള്ള ധനം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കോ, സ്നേഹത്തിനെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള ധനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജീവൻ കി നവ് ഛവി ബർസാവു കാ മത്ലബ് ക്യാ ഹൈ, ജീവിതത്തിൽ ഒരു പുതിയ ശോഭ പകർന്നു നൽകൂ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിന്റെ ഉത്തരം
കവി കെ കഹനെ കാ മത്ലബ് ഹേ, കവി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ജീവൻ കി സുന്ദരതാക്കോ പെഹച്ചാനോ, ജീവിതത്തിന്റെ മനോഹാരിത മനസ്സിലാക്കൂ, ഔർ ഉസ്മേ നവീനത ലാനെ കി കോശിഷ് കരോ, അതില് പുതുമകൾ കൊണ്ടുവരാനായി ശ്രമിക്കും. അപ്പോ ജീവൻ കി നവ് ഛവി ബർസാവോ, ജീവിതത്തിന് പുതിയ ശോഭ പകർന്നു നൽകൂ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ജീവിതത്തിന്റെ മനോഹാരിത, ഛവി, ശോഭ മനസ്സിലാക്കുക. ഉസ്മേ നവീനത ലാനേക്ക് കോശിഷ് കരേം, അതില് പുതുമ കൊണ്ടുവരാനായി ശ്രമിക്കുക. നമ്മൾ ഇന്നലെ വരെ ജീവിച്ച കണക്കല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ശോഭ പകർന്നു നൽകുക, ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ്, സന്ദേശമാണ് കവി നമുക്ക് തരുന്നത്. ഓക്കെ, ആ ചോദ്യോത്തരവും മനസ്സിലായോ? അടുത്ത ചോദ്യം, യഹാൻ ജീവൻ കോ സുമൻ ക്യോ ബതായ ഗയാ ഹൈ, ഇവിടെ എന്തുകൊണ്ടാണ് ജീവിതത്തെ സുമൻ അല്ലെങ്കിൽ പൂവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നോക്കൂ. സുമൻ അപ്പനി സുരഭിമേ സൻസാർ കോ സുഗന്ധിത് കർത്താ ഹൈ, പൂവ് അതിന്റെ സുരഭിയിലൂടെ, അതിന്റെ സുഗന്ധത്തിലൂടെ ലോകത്തെ സുഗന്ധപൂരിതമാക്കി മാറ്റുന്നു, സുഗന്ധിത് കർത്താ ഹൈ. ഉസി പ്രകാർ മനുഷ്യക്കോ അപ്പനെ ജീവൻ ഫൂൽ കെ സമാൻ ഹൈ, അതുപോലെ മനുഷ്യനും അവന്റെ ജീവിതം ഒരു പൂവിനെ പോലെയാണ്. ഫൂൽ രംഗീലാഹെ, പൂവ് ഉള്ളതാണ്, നിറമുള്ളതാണ്. ദൂസരോങ്കോ ഖുഷ്ബു പ്രദാൻ കർണേവാലായ, മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നതാണ്. ഉസി പ്രകാർ മാനവ് ഫി അപ്പനെ ജീവൻ രൂപി ഫൂൽ കി രംഗ് ഓർ സുഗന്ധ കോ പഹചാനന ചാഹിയെ, അതുപോലെ മനുഷ്യനും അവന്റെ ജീവിതമാകുന്ന പൂവിന്റെ സുഗന്ധത്തെയും നിറത്തെയും തിരിച്ചറിയണം. പൂവിന് നിറവും സുഗന്ധവും ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ നിറവും സുഗന്ധവും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. അർത്ഥാത് ജീവൻ രൂപി ഫൂലോങ്കി സുരഭി പർ പ്രസന്ന ഹോത്തെ ജാനാ ഹേ, നോക്കൂ, ജീവിതമാകുന്ന പൂവിന്റെ സുഗന്ധത്തിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നിറങ്ങളും സുഗന്ധങ്ങളും മനസ്സിലാക്കുക. ആ നിറത്തിലും സുഗന്ധത്തിലും അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ മനോഹാരിതയിൽ നമ്മൾ സന്തോഷിക്കുക. ഇതാണ് കവി ജീവൻ സുമൻ സുരഭി പർ ഫൂലോ എന്നുള്ള വരിയിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ആ ചോദ്യോത്തരം മനസ്സിലായല്ലോ? ശരി, അടുത്ത ചോദ്യം നോക്കിയേക്കാം. കവിതാംശ് കാ ആശയ തയ്യാർ കരേം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കവിതാംശിന്റെ ആശയം എഴുതാനാണ്. കവി കഹത്തെ ഹെങ്കി ബീത്തെ ഹുയെ ക്രിയാവും കോ ഫൂലോ, കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളെല്ലാം മറക്കൂ, കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങളെല്ലാം മറക്കൂ. എന്നിട്ട് എന്ത് ചെയ്യൂ? ജീവൻ രൂപി, ജീവിതമാകുന്ന ഫൂലോം കി സുരഭി പർ പ്രസന്ന ഹോ ജാവോ, ജീവിതമാകുന്ന പൂവിന്റെ സുഗന്ധത്തിൽ സന്തോഷിക്കൂ. കഴിഞ്ഞ കാലം മറന്നിട്ട് നമ്മൾ ഇന്നലകളെ കുറിച്ച് ഓർത്തിരിക്കാതെ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ സുഗന്ധത്തെ ആസ്വദിക്കുക, ജീവിതത്തിന്റെ മനോഹാരിതയെ ആസ്വദിക്കുക. ദുനിയാ കി ഹർ ചീസ് സുന്ദരത കോ പെഹചാൻ കർ അപ്പനാവോ, ലോകത്തിലെ ഓരോ വസ്തുവിന്റെയും മനോഹാരിതയെ തിരിച്ചറിഞ്ഞ് അവയെ സ്വന്തമാക്കൂ. ഔർ സിന്ദഗി ആനന്ദപൂർണ്ണ ബനാവോ, അങ്ങനെ ജീവിതം ആനന്ദകരമാക്കി തീർക്കൂ. ലോകത്തെ സൗന്ദര്യം തിരിച്ചറിയുക, സൗന്ദര്യമുള്ള എല്ലാത്തിനെയും തിരിച്ചറിയുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായി തീർക്കുക. ഇവിടെ ലോകത്തിൽ സൗന്ദര്യമുള്ള വസ്തുക്കൾ, ഹർ ചീസ്, ദുനിയാക്കി ഹർ ചീസ് കി സുന്ദരതാക്കോ പഹചാനോ, ലോകത്തിലെ മനോഹരമായ വസ്തുക്കൾ എന്നിവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അത് സ്നേഹത്തിനെയാണ്, അതുപോലെ നല്ല പെരുമാറ്റത്തെയും നല്ല ചിന്തകളെയുമാണ് കവി ഇവിടെ സുന്ദരമായ വസ്തുക്കളായി കണക്കാക്കുന്നത്, ലോകത്തിലെ സുന്ദരമായ വസ്തുക്കളായി കണക്കാക്കുന്നത്. സൻസാർ മേ നയാ ജീവൻ ജിയോ, ലോകത്തൊരു പുതിയ ജീവിതം നയിക്കൂ. ഇന്നലെ വരെയുള്ള നമ്മുടെ തെറ്റായ പ്രവർത്തികളെയും തിന്മകളെയും മറന്ന് നന്മയെയും സ്നേഹത്തെയും സന്തോഷത്തെയും ജീവിച്ച് ഇന്നു മുതൽ നമുക്ക് സുഖമായി ജീവിക്കാം. ആനന്ദപൂർണ്ണ ജീവൻ ബിതാസക്തയും, സന്തോഷപൂർവ്വം നമുക്ക് ജീവിക്കാം. സുമൻ അപ്പനി സുരഭിമേ സൻസാർ കോ സുഗന്ധിത് കർത്താ ഹെ, പൂവ് അതിന്റെ സുഗന്ധത്തിലൂടെ ലോകത്തെ സുഗന്ധിതമാക്കുന്നു. ഉസി പ്രകാർ മനുഷ്യക്കു അപ്പനെ ജീവൻ ഭൂൽക്കെ സമാൻ ഹേ, മനുഷ്യക്കു അപ്പനെ ജീവൻ, മനുഷ്യൻ അവന്റെ ജീവിതം ഭൂൽക്കെ സമാൻ ഹേ, പുഷ്പത്തെ പോലെയാണ്, പൂവിനെ പോലെയാണ്. ഫൂൽ രംഗീല ഹേ, പൂവിന് നിറമുണ്ട്. ദൂസരോങ്കോ ഖുഷ്ബു പ്രദാൻ കർണേവാലാ ഹേ, മറ്റുള്ളവർക്ക് സുഗന്ധം പ്രദാനം ചെയ്യുന്നവളാണ് പൂവ്. ഉസി പ്രകാർ, അതുപോലെ മാനവു ഭി അപ്പനെ ജീവൻ രൂപി ഫൂൽ കി രംഗ് ഔർ സുഗന്ധ് കോ പഹചാനന ചാഹിയെ, മനുഷ്യനും അവന്റെ ജീവിതമാകുന്ന പൂവിന്റെ നിറത്തെയും സുഗന്ധത്തെയും തിരിച്ചറിയണം. അർത്ഥാത് ജീവൻ രൂപി ഫൂലോങ്കി സുരഭി പർ പ്രസന്ന ഹോത്തെ ജാനാ ഹേ,
ജീവിതമാകുന്ന പൂവിൻ്റെ സുഗന്ധത്തിൽ നമ്മൾ സന്തോഷിക്കണം. ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം. ജീവിതത്തിൽ നന്മകളെ സ്വീകരിക്കുക, ഇന്നലെ വരെയുള്ള തിന്മകളെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാക്കി തീർക്കാം എന്നാണ് ഈ കവിതയുടെ ആശയത്തിൽ കവി പറയുന്നത്, ഈ കവിതാ ഭാഗത്ത് കവി പറയുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ 4 വരിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും കൂടെ നോക്കാം. നോക്കൂ. ഈ അനന്ത് കെ ലഘു ലഘു താരേ ദുർബൽ അപ്പനി ജ്യോതി പസാരേ അന്ധകാർ സേ കഭീ ന ഹാരേ പ്രതിമൻ വഹി ലഗൻ സർസാവോ. ഇതാണ് അവസാനത്തെ 4 വരി. ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്, ആ കവിതാ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കൂ. ഫൈലായെ കേളിയെ പ്രയുക്ത ശബ്ദ് എല്ലാവർക്കും അറിയാം, പസാരെ. പ്രതിമൻ, ലഗൻ, പസാരെ, അനന്ത്, ഇത്രയും വാക്കാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഫൈലായ എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പസാരെ എന്ന വാക്കാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. आसमान के छोटे छोटे तारे लगातार अपना दुर्बल प्रकाश फैलाते रहते हैं. यह आशय वाली पंक्तियां. ആകാശത്തിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ എല്ലായ്പ്പോഴും അവയുടെ ദുർബലമായ പ്രകാശം പരത്തിക്കൊണ്ട് ഇരുട്ടിനെ നേരിടുന്നു. ഈ ആശയം വരുന്ന വരി ഏതാണ്? കവിതാംശത്തെ ചുൻകർലികയും കവിതാ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. വരി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏ അനന്ത് കെ ലഘു ലഘു താരേ ദുർബൽ അപ്പനി ജ്യോതി പസാരേ. അതെ, ഈ അനന്തതയിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ ദുർബലമായ അവയുടെ പ്രകാശം പരത്തുന്നു. ദുർബലമായ അവയുടെ പ്രകാശത്തിലൂടെ ഇരുട്ടിനെ നേരിടുന്നു. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. പ്രതിമൻ വഹി ലഗൻ സർസാവോ ഇസ്സേ ക്യാ താൽപര്യ ഹെ? പ്രതിമൻ വഹി ലഗൻ സർസാവോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? संसार के हर एक व्यक्ति को अपने प्रयत्न से संसार को सुरक्षित करना है. ലോകത്തിലെ ഓരോ വ്യക്തികളും അവരുടെ പ്രയത്നത്തിലൂടെ ഈ ലോകത്തെ സുരഭിതമാക്കണം, സുഗന്ധിതമാക്കണം. मतलब हर एक को ऐसे काम करना चाहिए जिससे संसार में खुशी फैलाए. അതിന്റെ അർത്ഥം ഇതാണ്, എല്ലാവരും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക, അതിലൂടെ ഈ ലോകം സന്തോഷത്താൽ നിറയട്ടെ, അല്ലെങ്കിൽ അതിലൂടെ ഈ ലോകത്ത് സന്തോഷം പരത്താൻ നമുക്ക് കഴിയണം. പ്രതിമൻ വഹി ലഗൻ സർസാവോ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ വ്യക്തികളും പ്രയത്നിക്കുക. എന്താണ്? ലോകത്തെ സുഗന്ധിതമാക്കാൻ, സുരഭിതമാക്കാൻ, ലോകത്തെ സുഗന്ധിതമാക്കാൻ എല്ലാവരും പ്രയത്നിക്കുക. അടുത്ത ചോദ്യം, ദുർബൽ അപ്പനി ജ്യോതി പസാരെ എന്താണ്? അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്സേ ആപ്നെ ക്യാ സമझा? അതെ, आसमान में छोटे छोटे तारे अपने दुर्बल प्रकाश फैलाते रहते हैं, वे अंधकार से कभी हारते नहीं. ആകാശത്തിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ ദുർബലമായിട്ടുള്ള പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. അന്ധകാർ സേ വേ കഭി ഹാർത്തേ നഹി. അന്ധകാരത്തിനോട്, ഇരുട്ടിനോട് അവർ ഒരിക്കലും തോൽക്കാറില്ല. അവരെപ്പോഴും അവരുടെ പ്രകാശം നേർത്തതാണെങ്കിൽ കൂടി ആ നേർത്ത പ്രകാശത്തിലൂടെ ഇരുട്ടിനെ നേരിട്ടുകൊണ്ടിരിക്കും. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തളരാതെ നേരിടുക എന്ന സന്ദേശമാണ് കവി ആ വരികളിലൂടെ നമുക്ക് തരുന്നത്. കവിതാംശിക ആശയ അപ്പനെ ശബ്ദമേ ലിഖേം എന്ന ചോദ്യമാണ് കവിതാ ഭാഗത്തിന്റെ ആശയം എഴുതാനുള്ള ചോദ്യമാണ്. നോക്കാം. ആസ്മാൻ കെ ഛോട്ടെ ഛോട്ടെ താരെ ലഗാതാർ അപ്പനെ ദുർബൽ പ്രകാശ് ഫൈലാത്തെ രഹത്തെ. ആകാശത്തിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ എല്ലായ്പ്പോഴും അതിന്റെ ദുർബലമായ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. വേ അന്ധകാർ സേ കഭി ഹാർത്തേ നഹീം. അവർ അന്ധകാരത്തിനോട് ഒരിക്കലും തോൽക്കുന്നില്ല. അതായത് ബാധാओं का सामना करके ही जिंदगी में सफलता पा सकते हैं. തടസ്സങ്ങളെ നേരിട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയൂ. ഇസി ജ്വാല സേ സംസാർ കെ ഹരേക്ക് കാ മൻ സമ്പൂർണ്ണ കരൂ. ഈ ജ്വാലയിലൂടെ ലോകത്തിലെ ഓരോരുത്തരുടെ മനസ്സും സമ്പൂർണ്ണമാകട്ടെ. അതായത് തടസ്സങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിതത്തെ മുന്നേറാനുള്ള ആ ഒരു കരുത്ത്, ആ ഒരു ശക്തി എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവട്ടെ. हम अपने जीवन में बहुत ही बाधाओं का सामना करने पड़ता है. हमको अपने जीवन में बहुत ही बाधाओं का सामना करने पड़ते हैं. നോക്കൂ, നമുക്ക് ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ നേരിടേണ്ടി വരും. കവി പറയുന്നു, ഇൻ ബാധാओं का सामना करके ही, ഈ തടസ്സങ്ങളെ നേരിട്ടാൽ മാത്രമേ ജീവൻ മേ സഫലത മിലേഗി, ജീവിതത്തിൽ നമുക്ക് വിജയം നേടിയെടുക്കാനായി കഴിയും. ഓക്കെ,
അപ്പോൾ ആ കവിതാഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസും അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷീറ്റിൽ വരാവുന്ന ചോദ്യോത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ പരിശോധിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക. പാഠഭാഗത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ക്ലാസ് എല്ലാവരും കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നേരെ കാണുക, നോട്ട് എഴുതിയെടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനലിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും. എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ട ഹിന്ദിയുമായി ബന്ധപ്പെട്ട എല്ലാ പഠന വിഭവങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ വലിയ പിന്തുണ ആവശ്യമുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 70% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം നമ്മുടെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ അടുത്തൊരു പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബൈ ബൈ.